വെള്ളനാട് മീനഭരണി ഉത്സവം സമാപനത്തിലേക്ക് 9-10 ദിവസങ്ങളിലായി ധാരിക പുറപ്പാട്, പറണേറ്റ്, തൂക്കം എന്നിവ നടന്നു. തൂക്കം വഴിപാടിന് ശേഷം തൃക്കൊടിയിറക്കത്തോടെ ഉത്സവത്തിന് സമാപനമാകും. കൊടിയേറിക്കഴിഞ്ഞ് ഒന്നാം ഉത്സവം മുതൽ ക്ഷേത്രത്തിൽ ആഘോഷങ്ങൾക്ക് തുടക്കമാവും. തോറ്റൻപാട്ട്, പൊങ്കാല, നാരങ്ങവിളക്ക്, പറണേറ്റ്, തൂക്കം എന്നിങ്ങനെ നീളുകയാണ് പ്രധാന ചടങ്ങുകൾ. ഉത്സവത്തിന്റെ 9ാം ദിനത്തിൽ ചടങ്ങുകളിൽ ഏറെ കൗതുകമുള്ള ചടങ്ങായ ധാരിക പുറപ്പാട് നടന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ 9ാം ദിവസം പറണേറ്റും 10ാം ദിവസം രാവിലെ നിലത്തിൽ പോരും നടത്താറുള്ളത്. ഉത്സവം എല്ലാ വർഷവും നടത്താറുണ്ടെങ്കിലും പറണേറ്റും നിലത്തിൽ പോരും 2 വർഷത്തിലൊരിക്കലാണ്. പറണേറ്റ് മഹോത്സവത്തിന്റെ മുന്നോടിയായി 4 ദിക്കുകളിലും നടത്തുന്ന ദിക്കുബലിക്ക് ദേവിമാർ ഭവനങ്ങൾ തോറും എഴുന്നള്ളുന്നു എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ധാരികനെ അന്വേഷിച്ചാണ് ദേവി ദിക്കുകൾ തോറും അലയുന്നത്. ദിക്കുതോറും സഞ്ചരിച്ച ദേവി ധാരികനെ 9ാം ദിവസം കാണുന്നു. അവിടെ വെച്ചാണ് ആകാശയുദ്ധം അഥവാ പറണേറ്റ് നടക്കുന്നത്. ക്ഷേത്രാങ്കണം ഭക്തിനിർഭരമായി തീരുന്ന ഈ അവസരത്തിൽ ഭക്തരെ ഭയപ്പെടുത്തിക്കൊണ്ട് അട്ടഹസച്ചിരികളോടെ പന്തങ്ങളും ചൂട്ടുകളും കത്തിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ കവാടത്തിലൂടെ ധാരികനും പടയാളികളും ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കുന്നു. തുടർന്ന് ദേവിയും ധാരികനുമായുള്ള തോറ്റംപാട്ട് ആരംഭിക്കുന്നു. തോറ്റംപാട്ട് നടത്തുന്നത് 7 ഘട്ടങ്ങളായാണ്. ഓരോ ഘട്ടം കഴിയുമ്പോഴും ദേവി പറണിൽ എഴുന്നള്ളി ധാരികനുമായി യുദ്ധത്തിന് ശ്രമിക്കുന്നു. അവസാനം നേരം പുലർന്ന് ഭൂമിയിൽ വെച്ച് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്നു. അതാണ് നിലത്തിൽ പോര്. നിലത്തിൽ പോര് 5-6 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നു. ഇവിടെ നിലത്തിൽ പോരിനെ 7 യുദ്ധഘട്ടമായിട്ടാണ് വിവരിക്കുന്നത്. ഒടുവിൽ അവസാന ഘട്ടത്തിൽ ധാരികന്റെ തല വെട്ടിമാറ്റി ദേവി തന്റെ പിതാവായ പരമശിവന്റെ അടുക്കലെത്തുന്നു. തുടർന്ന് പൂജാവിധികളോടെ നിലത്തിൽ പോര് അവസാനിക്കുന്നു. പറണേറ്റിന് ശേഷം 10ാം ദിനമാണ് തൂക്കം നടക്കുന്നത്. 4000-ഓളം തൂക്കമാണ് വർഷം തോറും നടക്കുന്നത്. തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഈ ചടങ്ങിന് ദൂരദിക്കുകളിൽ നിന്നുപോലും ജനലക്ഷങ്ങൾ എത്തിച്ചേരാറുണ്ട്. വെള്ളനാട് ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിലെ പ്രധാന വഴിപാടും തൂക്കം തന്നെയാണ്. തൂക്ക വഴിപാടിന് ശേഷം കൊടിയിറക്കത്തോടെ മഹോത്സവത്തിന് സമാപനമാവും. ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം അനന്തപത്മനാഭൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.